താങ്കൾക്കറിയാം, പി അൻവർ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ആ ആരോപണങ്ങൾ പരിശോധിക്കപ്പെടണം, അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന് പരാതി നൽകുന്നു. പി ശശിക്കെതിരായിട്ടുള്ള പരാതി വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയാകാൻ പോകുന്നു. അതിനെ തുടർന്ന് ഒരുപക്ഷെ അന്വേഷണത്തിനുള്ള തീരുമാനവും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ ഈ പി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുമായുള്ള ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ മൂടിവെക്കപ്പെടുന്നതല്ല, അത് പാർട്ടി ഗൗരവത്തോടെ കാണുന്നുവെന്ന്. ഗോപികൃഷ്ണൻ, ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി. CPM എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ള രീതി ഇതുതന്നെയാണ്. അതുകൊണ്ടാണ് ഒരു ഭരണപക്ഷ MLA ഒരു ആരോപണം ഉന്നയിക്കുന്നു, ആ ആരോപണത്തിന്റെ നിജസ്ഥിതി മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, അതിനാവശ്യമായിട്ടുള്ള നടപടിയെടുക്കണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെ കാണുന്നു, സംസ്ഥാന സെക്രട്ടറിക്ക് രേഖാമൂലം പരാതി നൽകുന്നു. ആ പരാതി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും പിന്നീട് സംസ്ഥാന കമ്മിറ്റിയും പരിഗണിക്കും എന്ന് തീരുമാനിക്കുന്നു. അതാണ് CPM-ന്റെ രീതി. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എല്ലാ കാലത്തെയും ശൈലിയും അതാണെന്നേ. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പരാതി ലഭിച്ച ഉടൻ വളരെ സത്വരമായി കാര്യത്തിൽ നടപടിയെടുക്കുന്ന തരത്തിലേക്ക് ഗവൺമെന്റും അതുപോലെ തന്നെ പാർട്ടിയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥിതി എന്താ? കോൺഗ്രസിലേക്ക് വരുന്നതിന് മുമ്പ് ഒറ്റ കാര്യം, അഡ്വക്കേറ്റ് ബി എൻ എസ്കർ, ഇതാണ് കമ്മ്യൂണിസ്റ്റ് രീതി, ഇതാണ് പാർട്ടിയുടെ സംഘടനാ രീതിയെങ്കിൽ ഇതിനകത്തെ ആരോപണ വിധേയരായ ആളുകൾ, അതായത് പി ശശി വരെ എത്തി നിൽക്കുമ്പോൾ ഇതിൽ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കാൻ പോകുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയല്ലേ? അങ്ങനെ പറഞ്ഞാൽ പി അൻവറിന്റെ ആരോപണം യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് വിലയിരുത്തലിലേക്ക് നമ്മൾ എത്തേണ്ടി വരില്ലേ? ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ഒരു ആരോപണത്തിൽ നിന്നും പി അൻവർ പിൻവാങ്ങിയിട്ടില്ല. മാത്രമല്ല ADGP ആ സ്ഥാനത്ത് നിർത്തി നടത്തുന്ന അന്വേഷണത്തിൽ അൻവറിന് തൃപ്തിയില്ല. ADGP ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതൊരു സാമൂഹിക നീതിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് പി അൻവർ. പിന്നെ പി ശശി ഈ ഒരു കഴിവ് കുറഞ്ഞ ആളാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ആളാണ് എന്ന വിമർശനവും ഉണ്ടാകുന്നു. അതായത് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളുടെ പേരിലാണ് ഈ രണ്ടാം പിണറായി സർക്കാർ ഏറ്റവും അധികം പേരുദോഷം കേട്ടിട്ടുള്ളതെങ്കിൽ അതിന് കാരണക്കാരായ ആളെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നല്ലോ പി അൻവർ ഈ വിവാദത്തിലൂടെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ആത്യന്തികമായി പിണറായി വിജയന് നേരെയുള്ളതല്ലേ? അല്ല, നമ്മുടെ ഒരു വലിയ അപകടം എന്ന് പറയുന്നത് ചില ഘട്ടങ്ങളിൽ ആരെങ്കിലും ഉന്നയിക്കുന്ന ആരോപണങ്ങളോ ഏതെങ്കിലും വാർത്താശകലങ്ങളോ അതൊരു നറേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യം, മാധ്യമങ്ങളുടെയും വിമർശകരുടെയും ലക്ഷ്യം സഖാവ് പിണറായി വിജയനാണ് എന്നുള്ള ഈ വാർത്തയുടെ തുടക്കത്തിൽ തന്നെ കേരളം മുഴുവൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് വരുത്തി തീർക്കുക എന്ന് ഒരു വലിയ നറേറ്റീവ് ഇക്കാര്യത്തിലുണ്ട്. നാം മനസ്സിലാക്കേണ്ടത് പോലീസ് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണമായി പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് കഴിഞ്ഞ 9 കൊല്ലത്തിനിടയിൽ മാറ്റങ്ങൾ കേരള പോലീസ് സംഭവിച്ചിട്ടുണ്ട്. കേരള പോലീസിൽ പരസ്പരം പോരടിച്ചിരുന്ന IPS ഓഫീസർമാരും പോലീസ് തലപ്പത്തിരുന്ന ഏമാന്മാരും ഉണ്ടായിരുന്ന പോലീസ് സേനയെ അത് നവീകരിച്ച് ഏറ്റവും ജനകീയവും സ്വീകാര്യവുമാക്കുന്ന ഘട്ടത്തിലേക്ക് പോലീസ് സേനയെ വളർത്തിയെടുക്കുന്നതിൽ ഇടതുപക്ഷ സർക്കാർ മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെയും പോലീസിനെ കുറിച്ചുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ നയം. ആ ഇടതുപക്ഷ സർക്കാരിന്റെ നയം കേരള പോലീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത ഒരു വശത്ത് നിൽക്കുമ്പോൾ ചില അതിരുവിടലുകൾ കേരള പോലീസിൽ നിന്നുണ്ടായിട്ടുണ്ട്. ആ അതിരുവിടലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഉദാഹരണത്തിന് ഇപ്പോ ശ്രീ പി അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയമായി തന്നെ പരിശോധിക്കപ്പെടുകയും പാർട്ടി വളരെ ഗൗരവത്തിലെടുക്കുകയും ചെയ്യുന്ന ഒരു ആരോപണം തൃശൂർ പൂരം പോലീസ് കലക്കിയതുമായി ബന്ധപ്പെട്ടാണ്. അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണർ മാറ്റിയതുകൊണ്ട് മാത്രം ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ റിപ്പോർട്ട് കാര്യത്തിന്മേൽ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നതിന് വേണ്ടി അന്ന് ചുമതലപ്പെടുത്തിയിരുന്നു. ആ അന്വേഷണ റിപ്പോർട്ട് അടക്കം പരിശോധിക്കുന്നതിന്, ആ റിപ്പോർട്ട് അടക്കം വെളിച്ചത്ത് കൊണ്ടുവരുന്നതിന് പാർട്ടി ആഗ്രഹിക്കുന്നു. തൃശ്ശൂരിൽ സംഭവിച്ചതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ വേണം. അത് ശ്രീ പി അൻവർ ഉന്നയിച്ചു. പക്ഷെ ഇവിടെ തൃശ്ശൂരിൽ CPM BJP ബാന്ധവം എന്ന തരത്തിലേക്കാണ് കോൺഗ്രസ് ഒരു നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഒരു നറേറ്റീവിലേക്ക് എത്തുവാണെങ്കിൽ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും വോട്ടുകളാണല്ലോ തൃശ്ശൂരിൽ കുറയേണ്ടിയിരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് തൃശ്ശൂരിലെ കഴിഞ്ഞ പാർലമെന്റ് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് ബി എൻ എസ്കർ ഒറ്റ മിനിറ്റ്. അതായത് താങ്കൾ പറഞ്ഞത് ഇത് പ്രതിപക്ഷം സൃഷ്ടിക്കുന്ന ഒരു നാരേറ്റീവ് ആണെങ്കിൽ ഈ അങ്കിത് അശോക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ADGP MR അജിത് കുമാർ സ്ഥലത്തുണ്ടാവുകയും അദ്ദേഹം ഇടപെടാതിരുന്നതിനും ഒരു കാരണം താങ്കൾക്ക് അറിയാമോ? മാത്രമല്ല, ഈ പോലീസ് ഈ കാര്യങ്ങളിൽ നടത്തിയ അന്വേഷണം, അതായത് ADGP നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ആവശ്യപ്പെടുകയും ഇത് അലങ്കോലപ്പെട്ടതല്ല അലങ്കോലപ്പെടുത്തിയതാണ് എന്ന ആരോപണം ഉന്നയിക്കുകയും ചെയ്തത് അവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ VS സുനിൽകുമാർ പരസ്യമായിട്ടാണ്. മാത്രമല്ല, സുനിൽകുമാർ പറയുന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് എന്താണെന്ന് പുറത്തു വരണം, പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നാണ്. ഇനി
ADGP ഇനി ഈ PV അൻവർ ഉന്നയിച്ച ആരോപണം ആർക്കെതിരെയാണ്? ADGP MR അജിത് കുമാറിനെതിരെയാണ്. എന്ത് നടപടി ഉണ്ടായി അജിത് കുമാറിനെതിരെ? പിന്നീട് ഒന്ന് സുജിത് ദാസ് പറയാണ് അദ്ദേഹത്തിന്റെ സേനയിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരെ കുറിച്ച്, അതും MLA-യുമായിട്ടുള്ള സംഭാഷണത്തിൽ മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നു. സുജിത് ദാസിനെതിരെ നടപടിയില്ല. പിന്നെ ആരോപണ വിധേയനായി നിൽക്കുന്ന P ശശിക്കെതിരെ നടപടിയില്ല. അതായത് ആരോപണം ഒരു ഭരണകക്ഷി MLA ആർക്കൊക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടോ അവർക്ക് ആർക്കെതിരെയും നടപടിയില്ല. എല്ലാം ഭദ്രമായി സർക്കാർ അവിടെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷം പറയുന്നു RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസ്ബേലയുമായി ചർച്ച നടത്തിയത് ADGP MR അജിത് കുമാറാണ്. അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഒരു ദൂതനായിട്ടാണ് അദ്ദേഹം അവിടെ ചെന്നതെന്ന്. അപ്പോൾ ആ ആരോപണങ്ങൾ അതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്യുകയും ബന്ധപ്പെട്ട് നിൽക്കുന്നതും ഒരു ചങ്ങല പോലെ കോർത്തിണക്കപ്പെട്ടതുമാണെന്ന് തോന്നും പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ. കെയർ ഗോപീഷൻ ഇതില് വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിന്റെ ഒരു മുഴുവൻ സാഹചര്യം കൂടി പരിശോധിക്കണം. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവത്തിനപ്പുറം ഇപ്പോൾ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് വിധേയരായിട്ടുള്ള ആളുകളെ സാമാന്യ നീതിക്ക് വിരുദ്ധമായി അവരെയൊക്കെ സസ്പെൻഡ് ചെയ്യുകയും പുറത്താക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് സാമാന്യ നീതിക്ക് നിരക്കുന്ന ഒന്നല്ല. സാമാന്യ നീതി എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും തുല്യമായി തന്നെ ലഭിക്കേണ്ട അർഹതപ്പെട്ടിട്ടുള്ള ഒരു അവകാശമാണെന്നുള്ളതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട്. അത് ശ്രീ MR അജിത്തിനും അതുപോലെ തന്നെ ശ്രീ PV അൻവറിനും ഒരേപോലെ ലഭിക്കേണ്ടതാണ്. അദ്ദേഹം ഒരു പരാതി ഉന്നയിച്ചു. ആ പരാതിയിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആ അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ആ പരാതിയിൽ കടമുണ്ടെങ്കിൽ നിശ്ചയമായും നടപടിയെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ആർജവം ഈ ഗവൺമെന്റിനുണ്ട്, ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊണ്ട് CPIM-നുണ്ട്. അത് ഉറപ്പായും അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകും. മറിച്ച് ഇപ്പൊ ദത്താത്രേയ ഹൊസബല്ലിയെ കണ്ടു എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ ഗസ്റ്റ് ആയിട്ടാണ് എപ്പോഴും സംസ്ഥാനത്ത് വരാറുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന് പോലീസിന്റെ സെക്യൂരിറ്റി ഉണ്ട്. അപ്പൊ ഒരുപക്ഷെ ADGP പോലുള്ള ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ ഒരുപക്ഷെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാവാം. അതിന്റെ വസ്തുതകളെ സംബന്ധിച്ച് എനിക്ക് വിവരമില്ല.